ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. ഇന്ന് 2024 മാർച്ച് മാസം 6-ാം തീയതി ബുധനാഴ്ച. ഒരു പുതിയ ദിവസത്തിന്റെ പുലർക്കാലം കൂടെ കർത്താവായ ദൈവം നമുക്ക് ദാനം തന്നിരിക്കുന്നു. മരുഭൂമിയുടെ ദുർഘടങ്ങളെ തരണം ചെയ്യുവാൻ ഓരോ പ്രഭാതങ്ങളിലും തന്റെ ജനത്തിന് ദൈവം സ്വർഗീയ മന്ന നൽകിയതുപോലെ നമ്മുടെ ഓരോ പ്രഭാതങ്ങളെയും തിരുവചനമാകുന്ന മന്നയാൽ ദൈവം സമ്പുഷ്ടമാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ പ്രഭാതമനയുടെ ചിന്താവിഷയം ദൈവശാസ്ത്രീയമായ തിരുവചനം എന്നുള്ളതാണ്. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 2 തിമോത്തിയോസ് 3-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങൾ. 2 തിമോത്തിയോസ് 3:16-17. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വകപ്രാപിച്ച തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളവൻ ആകുന്നു. മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിന്റെ സന്ദേശമാണ് തിരുവചനം. നിലത്തെ പൊടിയിൽ നിന്നും നിർമ്മിച്ച മനുഷ്യന് ദൈവം തന്റെ ശ്വാസത്താൽ ജീവൻ നൽകിയതുപോലെ ദൈവത്തിന്റെ ശാസ്ത്രീയമായ തിരുവചനവും ജനകോടികൾക്ക് ജീവൻ പ്രദാനം ചെയ്യുന്നതാണ്. തിരുവചനത്തിന്റെ എഴുത്തുകാർ മനുഷ്യരാണെങ്കിലും അവരിൽ എല്ലാവരിലും ഒരുപോലെ പ്രവർത്തിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. കാർഡിയോ പൾമിനറി റെസ്ക്യൂ സ്റ്റേഷൻ അഥവാ CPR എന്ന് നാം എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. വെള്ളത്തിൽ വീണ് അല്ലെങ്കിൽ അഥവാ മറ്റു കാരണങ്ങളാലോ ശ്വാസം നിലച്ചു പോയവർക്ക് കൃത്രിമ ശ്വാസം നൽകുന്ന ഒരു രീതിയാണത്. അങ്ങനെ അനേകരെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മടക്കിക്കൊണ്ടുപോവാൻ ഈ CPRന് സാധിക്കും. അതുപോലെ സാത്താന്റെ വലയിൽ അകപ്പെട്ട് ശ്വാസം നിലച്ചു പോയ ജനകോടികളെ ശ്വാസം നൽകി നിത്യജീവനിലേക്ക് മടക്കി വരുത്തുവാൻ ദൈവശാസ്ത്രീയമായ തിരുവചനത്തിന് സാധിക്കും. തിരുവചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അപാരമാണ്. പാപത്തിന്റെ കൂരിരുട്ടിൽ തപ്പിത്തടയുന്ന പാപിക്ക് അത് വെളിച്ചമാണ്. കൈപ്പേറിയ ജീവിതാനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്നവന് അവന്റെ അണ്ണാക്കിനെ മധുരിപ്പിക്കുന്ന തേനാണ് ദൈവത്തിന്റെ തിരുവചനം. ആത്മീയ വളർച്ച ബാധിച്ച ജീവിതങ്ങൾക്ക് വളർച്ച നൽകുന്ന എല്ലാ പോഷകങ്ങളും അടങ്ങിയ പാലാണ് തിരുവചനം. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും നമ്മെ വഴി നടത്തുന്ന ഒരു മാർഗദർശിയാണ് തിരുവചനം. ഈ തിരുവചനം എല്ലാ ദിവസങ്ങളിലും ധ്യാനിച്ചും അതിനെ മാനിച്ചും നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് നിത്യതയുടെ തുറമുഖത്തേക്ക് അടുപ്പിക്കാം. അതിന് ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഈ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയിൽ രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടിയും കഷ്ടതയിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടിയും പ്രതികൂലങ്ങളിലായിരിക്കുന്നവർക്ക് വേണ്ടിയും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ജന്മദിനമുള്ള പ്രിയപ്പെട്ടവരുണ്ട്. കുറ്റപ്പുഴ സഭയിലെ സുധീർ പോൾ, കുമ്പനാട് സഭയിലെ രാജമ്മ രവി എന്നിവരുടെ ജന്മദിനമാണ്. ഈ പ്രിയപ്പെട്ടവർക്ക് കൂടെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല പ്രഭാതത്തിനായിട്ട് എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ മക്കളാകുന്ന അടിയങ്ങൾക്ക് കർത്താവേ, ദിവസങ്ങളിലായിരുന്നുകൊണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ സഹായിച്ച കൃപകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം ദൈവം അടിയങ്ങൾക്ക് ദാനം തന്നല്ലോ അപ്പാ. ആ വലിയ സ്നേഹത്തിനായി, കരുണയ്ക്കായി, വിശ്വസ്തതയ്ക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ കർത്താവെ, കഷ്ടത്തിലും പ്രയാസത്തിലും കണ്ണുനീരിലും കഴിയുന്ന അനേകായിരങ്ങളുണ്ട് നാഥനെ. അവർക്കെല്ലാം ആശ്വാസമായി, സമാധാനമായി കർത്താവെ എന്റെ ദൈവത്തിന്റെ കൃപ കൂടെ ഇരുന്നവരെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടയിൽ രോഗികളായി ഭാരപ്പെടുന്ന മക്കൾക്കെല്ലാം വിടുതലും ആശ്വാസവും കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സന്തോഷം നൽകുന്ന ദൈവം, കഷ്ടപ്പെടുന്നവരെയോ പ്രയാസത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവനായ നല്ല ദൈവം, ഓരോ നിമിഷം അടിയങ്ങളോട് കൂടെയുള്ളതിനായ നന്ദിയോടെ സ്തോത്രം കർത്താവേ. തുടർന്നുള്ള മണിക്കൂറുകളിൽ, തുടർന്നുള്ള ഓരോ നിമിഷങ്ങളിലും ദൈവത്തിന്റെ കൃപയും സാന്നിധ്യം അടിയങ്ങളോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജന്മദിനമുള്ള പ്രിയപ്പെട്ടവരെ ദൈവകാര്യങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ നിമിഷം വരെ നിന്റെ മക്കളെ നടത്തിയല്ലോ. ഇനി അടുത്ത ഒരു വർഷക്കാലം അവരുടെ ജീവിതത്തിൽ തുടർന്നുള്ള നാളുകള് അവരുടെ ജീവിതം ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളാലും അവരെ നിറയ്ക്കണമേ. എല്ലാ നന്മകൾ
നന്മകളാൽ അവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ആടിയങ്ങളെ എല്ലാവരും ഒരിക്കൽ കൂടെ സമസ്തമായി ഈ വചനം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ദൈവവരങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും ഓരോ നിമിഷം അടിയങ്ങളോട് കൂടെ ഉള്ളതിനായി എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി സ്തോത്രം. സകലോടികൾക്കായി ജീവനെ തന്ന യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഏറ്റവും താഴ്മയായി അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കണം നല്ല പിതാവേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.